കാണിച്ചെന്ന വീഡിയോ ഉണ്ടല്ലോ കുറച്ചു മുന്നേ, ആ ചെക്കൻ്റെ ഒരു വീഡിയോ. മലേഷ്യയിലേക്കാണ് ഇപ്പോൾ ഉള്ള വേക്കൻസിയിൽ വന്നിട്ടുള്ളത്. വെയർഹൗസ് വർക്കർ തന്നെയാണ് വേക്കൻസി. പിന്നെ അതുപോലെ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി. ലേഡീസിനും ജെൻസിനും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാം. കപ്പിൾസ് ആണെങ്കിൽ കപ്പിൾസായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ മലേഷ്യയിൽ ഒഫീഷ്യലായിട്ട് വിസ ഇല്ല. നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇവിടെ വന്ന് പെട്ട് പണ്ടാറടങ്ങിയിട്ടുള്ളൂ. ഇവിടെ PMGയും KMCCക്കാരും ഓരോ പ്രാവശ്യം ഓരോ ദിവസം കുറെ ആൾക്കാരെ പിന്നെ ഇവിടെ നിന്ന് പെട്ട ആൾക്കാരെ വീണ്ടും തിരിച്ച് നാട്ടിൽ കയറ്റി വിടുന്നു. ഇത് അവരാരോടൊന്നും പറയില്ല. കുറെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, മലേഷ്യയിൽ വിസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് ആരൊന്നും വിശ്വസിക്കില്ലല്ലോ സംഭവം. ഇത് വിശ്വസിക്കാൻ വേണ്ടി എന്ത് പറയണം അവരോടൊക്കെ? ഇതുപോലെ വീടൊക്കെ റീപ്ലോ കൊടുക്കണം. അതെ, ഇങ്ങനെ കുറെ ആൾക്കാർ പറയും ഇവിടെ വെയർ ഹൗസിൽ പണിയുണ്ട്, വലിയ പണിയുണ്ട്, പിന്നെ ഫാമിലി ആയിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് വന്നാൽ മതി, നല്ല ശമ്പളം കിട്ടും, 10 മണിക്കൂർ പണിയെടുത്താൽ മതി, ഫുഡ് ഭക്ഷണം എല്ലാം കിട്ടും. അതെ, നമ്മളോട് പട്ടിപ്പടുത്തിട്ട് ഈ കഥ ഒന്നും അറിയില്ല. അതുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പൊ അതെ, ഇത് ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ മലേഷ്യയിട്ട് കയറി വരെയൊന്നും വേണ്ട. അവസാനം ഇവിടെ കിടന്നിട്ട് പട്ടിണി കിടക്കേണ്ടി വരും. ഇവിടെ പട്ടിണി കിടന്നാലേ ഇവിടുത്തെ ചോററിയല്ല, അതിന്റെ നൂഡിൽസുമാരുള്ള ചോറൊക്കെയാണ്. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, എരിവും പുളിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഇത് കാര്യം പറയും വീട്ടിൽ ഇറക്കുമ്പോ, അന്ന് നിങ്ങൾ അത് ഓർമ്മിച്ച് കണ്ട് കാര്യങ്ങൾ ചെയ്ത് കയറി വന്നാൽ മതി. അപ്പൊ നീ ഈ വീഡിയോ നിനക്ക് അയച്ചതില്ലേ വീഡിയോ, അത് നീ ആർക്കും ഇനി അയച്ചു കൊടുത്തിട്ട് പറ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്, ഇവിടെ വിസയൊന്നും ഇല്ലാന്ന് കേട്ടില്ല. അപ്പൊ നിങ്ങൾ നാട്ടുകാരും കൂട്ടുകാരും മറ്റേ രാജ്യം എത്തിച്ചു കൊടുക്കുക. അതന്നെ, അത്രേ ഉള്ളൂ. ഇവിടെ വിസയൊന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പം നമ്മൾ അറിയിക്കാം. എങ്ങനെയെങ്കിലും അറിയും. അത്രേ ഉള്ളൂ.